കാര്യം ഒരു പാർട്ടിയിലൊക്കെയാണെങ്കിലും ശോഭാ സുരേന്ദ്രനും സുരേഷ് ഗോപിയും അത്ര നല്ല രസത്തിലല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയെ സഹായിക്കാൻ എന്ന പേരിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ എന്ന വിധത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രസ്താവന സത്യത്തിൽ സുരേഷ് ഗോപിക്ക് എതിരായിട്ടുള്ള ഒരു ആയുധമായി മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഇരട്ട വോട്ടുകൾ, കള്ളവോട്ടുകളും ഒക്കെ ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നു, നിരവധി തെളിവുകൾ പുറത്തു വന്നു. അതിനിടയ്ക്ക് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സുരേഷ് ഗോപിയുടെ MP ഓഫീസിലേക്ക് CPM അവിടെ മാർച്ച് നടത്തി. അത് അക്രമാസക്തമാവുന്ന ഒരു കാഴ്ച കണ്ടു. അതിന് തൊട്ടടുത്ത ദിവസം ഇതിനെതിരായിട്ട് സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് BJPയുടെ നേതൃത്വത്തിൽ ഒരു വലിയ പ്രതിഷേധ സംഗമവും SP ഓഫീസ് മാർച്ചുമൊക്കെ തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. ആ മാർച്ചിൽ BJPയുടെ നിലവിലെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായ ശോഭാ സുരേന്ദ്രൻ അവിടെ എത്തി. ശോഭാ സുരേന്ദ്രനാണ് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്തത്. അവിടെ വലിയ വിമർശനവുമായിട്ടൊക്കെ തന്നെ ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചു. പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ ഈ പറയുന്ന പോലെ ഈ സുരേഷ് ഗോപി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നൊരു ചോദ്യം ഉയർന്നു. കാരണം സുരേഷ് ഗോപി അന്ന് രാവിലെ തൃശ്ശൂരിലെത്തി, വിവിധയിടങ്ങളിൽ സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് അദ്ദേഹം വന്നിറങ്ങുമ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പിറകെ പോയി പ്രതികരണം തേടാൻ അദ്ദേഹം പ്രതികരിച്ചില്ല. പിന്നീട് സ്വന്തം മണ്ഡലത്തിലെത്തിയപ്പോൾ അവിടെയും ഈ മാധ്യമങ്ങളെത്തി പ്രതികരണം ചോദിച്ചു, ഒന്നും ഉണ്ടായില്ല. ആശുപത്രിയിൽ ഈ തലേ ദിവസ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന BJP നേതാക്കളെ കാണാൻ അദ്ദേഹം എത്തി. അവിടെ വെച്ച് അദ്ദേഹം ഏക പറഞ്ഞ ഒരു പ്രതികരണം എന്ന് പറയുന്നത്, ഇത്രയും ചെയ്തതിന് നന്ദി എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രതികരണം അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ തൻ്റെ മണ്ഡലത്തിൽ ഇത്തരത്തിൽ കള്ളവോട്ടുണ്ടായി എന്ന ഉയർന്ന ആരോപണങ്ങൾ, തൻ്റെ കുടുംബത്തിനെതിരെ, തൻ്റെ സഹോദരനെതിരെ ഒക്കെ ഉയർന്ന വ്യക്തിപരമായ ആരോപണങ്ങൾ ഒന്നിനു പോലും സുരേഷ് ഗോപി മറുപടി പറയാൻ സന്നദ്ധനായില്ല. ആ പശ്ചാത്തലത്തിലാണ് ശോഭാ സുരേന്ദ്രനോട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത്, എന്തുകൊണ്ട് സുരേഷ് ഗോപി പ്രതികരിക്കുന്നില്ല എന്നത്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മറുപടിയാണ് ഏറെ രസകരം. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ അത്ര തൊലിക്കട്ടി സുരേഷ് ഗോപിക്ക് ആയിട്ടില്ല. അതിന് വിശദീകരണമായിട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്ന അടുത്ത ഡയലോഗാണ് സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള ഒരു കുത്താട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ ട്രോളുന്നതാണോ എന്ന് BJPക്കാർക്ക് പോലും തോന്നാത്ത തരത്തിൽ ഉള്ള ഒരു പ്രസ്താവനയായിട്ട് മാറിയത്. അതിപ്രകാരമാണ്: ഞങ്ങളൊക്കെ ഇവിടെ താഴെത്തട്ടിലൊക്കെ തന്നെ കുറെ കാലമായിട്ട് കളിച്ച് വളർന്നവരാണ്. സുരേഷ് ഗോപിക്ക് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിനുള്ള ഒരു പരിചയക്കുറവുണ്ട്. അദ്ദേഹത്തിന് അത്ര തൊലിക്കട്ടി വന്നിട്ടില്ല. ഞങ്ങൾ നല്ല തൊലിക്കട്ടി ഉള്ളവരാണ് എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അതായത് ഞങ്ങളൊക്കെ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി ചെറിയ കാലം മുതൽ തന്നെ പ്രവർത്തിച്ച് വളർന്നു വന്നവരാണ്. സുരേഷ് ഗോപി അത്തരത്തിലുള്ള ഒരാളെ അല്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ ചെയ്തത്. അത് സുരേഷ് ഗോപിക്കിട്ടുള്ള ഒരു അടിയായിട്ട് മാറിയിരിക്കുകയാണ്. നമുക്കറിയാം, സുരേഷ് ഗോപി ദേശീയ നേതൃത്വത്തിന്റെ അനുഗ്രഹാശസ്സുകളോടെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നത്. പലയിടത്തും സ്ഥാനാർത്ഥിയായത്. തൃശ്ശൂരിൽ തന്നെ നിയമസഭാ മണ്ഡലങ്ങളിൽ പല തവണ മത്സരിച്ചു. ഒപ്പം ഏറ്റവും ഒടുവിൽ അവിടെ കേന്ദ്ര നേതൃത്വത്തിന്റെ വലിയ പിന്തുണയോടുകൂടി ലോക്സഭയിലേക്ക് മത്സരിച്ച് ജയിക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അങ്ങനെ കേന്ദ്ര നേതൃത്വം കെട്ടിയിറക്കിയ ഒരു നേതാവ് എന്ന പരിവേഷം തുടക്കം മുതൽ തന്നെ സുരേഷ് ഗോപിക്ക് ഉണ്ട്. അതിലുള്ള അതൃപ്തി കേരളത്തിലെ നേതാക്കൾക്കും BJPയുടെ നേതാക്കൾക്കും ഉണ്ട്. കാരണം വർഷങ്ങളായിട്ട് പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന തങ്ങളോട് ഇല്ലാത്ത ഒരു പ്രതിപത്തി കേന്ദ്ര നേതൃത്വത്തിന് സുരേഷ് ഗോപിയോടുണ്ട് എന്നത് ഈ നേതാക്കളൊക്കെ തന്നെ രഹസ്യമായും പരസ്യമായും പറയുന്ന ഒരു കാര്യവും അതിലുള്ള അമർഷം അവര് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിക്ക് ഒരു കുത്തുകൊടുക്കുന്ന രീതിയിൽ പറയുന്നത്, ഞങ്ങളൊക്കെ ഇങ്ങനെ കാലങ്ങളായിട്ട് താഴെത്തട്ടിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. സുരേഷ് ഗോപിക്ക് അങ്ങനെ പ്രവർത്തിച്ചുള്ള പരിചയമൊന്നും ഇല്ല. അത് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ സഹായിക്കാൻ വേണ്ടി നടത്തിയ ഒരു പ്രസ്താവനയാണ്. സത്യത്തിൽ അത് അദ്ദേഹത്തിനെതിരായ ട്രോളായിട്ട് കേന്ദ്ര നേതൃത്വത്തിനെതിരെയുള്ള ഒരു കുത്തായിട്ടൊക്കെ തന്നെ മാറുകയാണ്. ഒപ്പം തന്നെ ആ പ്രസംഗത്തിൽ ശോഭാ സുരേന്ദ്രൻ നടത്തിയ മറ്റു 1-2 പരാമർശങ്ങളുണ്ട്. അതും ഇപ്പോൾ ശോഭാ സുരേന്ദ്രന് തന്നെ വിനയായിരിക്കുകയാണ്. ഒന്നെന്ന് പറയുന്നത്, ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ താൻ ഇറങ്ങുന്നതിന് മുമ്പ് തനിക്കൊരു ഫോൺ കോൾ വന്നു. ഒരു പോലീസുകാരന്റെ ഫോൺ കോളാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ കോളാണ് വന്നത്. അപ്പോൾ തങ്ങൾക്ക് മുന്നറിയിപ്പ് തന്നു, തുടർച്ചയായിട്ട് ജലപീരങ്കി പ്രയോഗിച്ച് BJP നേതാക്കളെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം
നടക്കും, അത്തരമൊരു ലക്ഷ്യമുണ്ട് എന്ന ഒരു മുന്നറിയിപ്പ് തനിക്ക് ഫോണിൽ വിളിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അത് ആരാണോ എന്നൊന്നും അറിയത്തില്ല. വെറുതെ പോലീസിലൊക്കെ തനിക്കും സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ തനിക്കും ഒരു ഹോൾഡ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വീമ്പ് പറഞ്ഞതാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ വിഷയത്തില് സംസ്ഥാന സർക്കാർ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. സംസ്ഥാന ഇന്റലിജൻസ് വിഭാഗമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഇങ്ങനെ ആരാണ്, ഇത്തരത്തിൽ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ വിളിച്ച് ശോഭാ സുരേന്ദ്രനോട് ഇക്കാര്യം പറഞ്ഞത് എന്ന ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു കാര്യം, ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അവിടെ പോലീസുകാർ ഇങ്ങനെ നിരന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ പോലീസുകാരെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഈ നിൽക്കുന്ന പോലീസുകാരിൽ 60% നരേന്ദ്രമോദിയോട് കൂറുള്ളവരാണ്, നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ് എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നുണ്ട്. അത് പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ ഒരു അടികൂടിയാണ്. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, ആഭ്യന്തര വകുപ്പ് കൂടി ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന വലിയൊരു വിമർശനമാണ് പോലീസിൽ സംഘീവൽക്കരണമുണ്ട്, കാവുവൽക്കരണമുണ്ട് എന്നത്. അത് പലപ്പോഴും സഖ്യകക്ഷിയായ CPI ഉൾപ്പെടെയുള്ളവരും ആ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അന്നൊന്നും തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വലിയ പ്രതികരണം നടത്തിയിട്ടില്ല. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കൂടി പറയുന്നത്. കേരള പോലീസിലെ 60% നരേന്ദ്രമോദിയോട് കൂറുള്ളവരാണ് എന്ന് പറയുമ്പോൾ അതിനകത്തെ ഒരു ഗൗരവപരമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. അത് വലിയ രീതിയിൽ ഇപ്പോൾ ചർച്ചയായിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹം പണ്ടൊരിക്കൽ നടത്തിയ പ്രസ്താവനയുണ്ട്. കേരളത്തിലുള്ളത് അമിത്ഷായുടെ പോലീസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, അത് വലിയ ട്രോളാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്തായാലും ഈ BJP നേതാവായ ശോഭാ സുരേന്ദ്രൻ കൂടി പറഞ്ഞതോടെ കേരളത്തിൽ പോലീസിൽ വലിയൊരു തരത്തിൽ വലിയ രീതിയിൽ തന്നെ സംഘീവൽക്കരണം അല്ലെങ്കിൽ കാവുവൽക്കരണം നടന്നിട്ടുണ്ട്. പോലീസിൽ നല്ലൊരു വിഭാഗം BJPയുടെ കൂറുള്ളവരായിട്ട് മാറിയിരിക്കും. നമുക്കറിയാം ADGP MR അജിത് കുമാറിന്റെ ഒക്കെ തന്നെ ഒരു പശ്ചാത്തലം, അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്ന ആരോപണങ്ങൾ. ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിരിക്കുകയാണ് അദ്ദേഹം. RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബലയുമായിട്ടും ഒപ്പം തന്നെ RSS നേതാവായ രാം മാധവും ഒക്കെ ആയിട്ട് അദ്ദേഹം രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത്. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയാണ് എന്ന തരത്തിൽ വലിയ വിമർശനങ്ങൾ പിന്നീട് ഉയർന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന എന്നാൽ ആരോപണങ്ങൾ മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു, സർക്കാരും പാർട്ടിയും ഒക്കെ തന്നെ തള്ളിക്കളഞ്ഞു, തങ്ങൾ അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സന്ദർശനത്തിന്റെ പേരിൽ, ആ കൂടിക്കാഴ്ചയുടെ പേരിൽ ADGPക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ കേരളത്തിലെ പോലീസിൽ വലിയൊരു രീതിയിൽ സംഘീവൽക്കരണം അല്ലെങ്കിൽ RSS അനുഭാവമുള്ളവർ വർദ്ധിക്കുന്നുണ്ട്. പോലീസിലുള്ളവർക്ക് RSSനോട് അല്ലെങ്കിൽ BJPയോട് വലിയ രീതിയിലൊരു കൂറുണ്ട് എന്നുള്ളൊരു വിമർശനം ഏറെക്കാലമായിട്ടുണ്ട്. അത് ശരിവെക്കുക കൂടിയാണ് ശോഭാ സുരേന്ദ്രന്റെ ഈ പ്രതികരണത്തിലൂടെ വ്യക്തമാകുന്നത്. അതിപ്പോൾ കേരളത്തിലാകെ തന്നെ വലിയ വിഷയമായി കഴിഞ്ഞിട്ടുണ്ട്, ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നുണ്ട്. അതും ഇപ്പോൾ പിണറായി വിജയനെതിരായിട്ട് വലിയൊരു ആയുധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.